1917 നവംബർ 19 ജനിച്ച ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. 1966 മുതൽ 77 വരെയും പിന്നീട് 1980 മുതൽ തന്റെ മരണം വരെ 4 തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അവർ തന്റെ പിതാവായ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയാണ്. 1966 ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായി അവർ സ്ഥാനമേറ്റു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായി അഭൂതപൂർവമായ വളർച്ച ഇന്ത്യ കൈവരിച്ചു. ഇന്ത്യയുടെ ഉരുക്കു വനിതയായി ഇന്ദിരാഗാന്ധി അറിയപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ ഭരണ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് വാണിജ്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം. 14 വാണിജ്യ ബാങ്കുകൾ ഇന്ദിരാഗാന്ധി സർക്കാർ ദേശസാൽക്കരിച്ചു. സ്വകാര്യ ബാങ്കുകളുടെ ചൂഷണത്തിന് വിധേയരായിരുന്ന സാധാരണ ജനങ്ങൾ ഈ നടപടി സ്വാഗതം ചെയ്തു. ഇതോടെ ബാങ്കുകൾ ഗ്രാമീണ മേഖലകളിലും തുറന്നു. ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിച്ചു. വിവിധ മേഖലകളിൽ നിക്ഷേപം ഗണ്യമായി വർദ്ധിച്ചു. 1975 ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ഒപ്പുവെച്ചു. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം ശക്തിസ്ഥൽ എന്നറിയപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ 31 ഇന്ത്യയിൽ ദേശീയ പുനരർപ്പണ ദിനം അഥവാ രാഷ്ട്രീയ സങ്കല്പ ദിനമായി ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യമൊട്ടാകെ സിഖ് വിരുദ്ധ വികാരം ആളിക്കത്തി. ഇതിനെ തുടർന്നുണ്ടായ കലാപങ്ങളിൽ ആയിരക്കണക്കിന് സിഖുകാർ കൊല്ലപ്പെട്ടു. 10,000 ഭവനരഹിതരായി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ഇന്ദിരാഗാന്ധിയെ രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചു. 2011 ബംഗ്ലാദേശ് സർക്കാർ അവരുടെ പരമോന്നത ബഹുമതിയായ ബംഗ്ലാദേശ് ഫ്രീഡം ഹോണർ മരണാനന്തരമായി നൽകി ആദരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി അന്താരാഷ്ട്ര സമാധാനം, വികസനം, പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമം എന്നിവയ്ക്കുള്ള സംഭാവനകളെ അംഗീകരിക്കുന്നതിനായി 1986 മുതൽ ഇന്ദിരാഗാന്ധി പുരസ്കാരം നൽകാൻ തുടങ്ങി. ഈ പുരസ്കാരം അന്താരാഷ്ട്ര തലത്തിലുള്ള സംഭാവനകളെ അംഗീകരിക്കാനും ആദരിക്കാനും ലക്ഷ്യമിടുന്നു.